ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് അത് വളരെ വലുതാണെങ്കിൽ കിട്ടാൻ പോകുന്ന അടിയും വളരെ വലുതായിരിക്കും. എന്താ ഗോസ്പൽ അതാണ് പറയുക. ഈശോയുടെ പ്ലാനായിരുന്നു വഞ്ചി എടുത്തിട്ട് അക്കരയ്ക്ക് പോകാമെന്നുള്ളത്. അക്കരെ ഗെരേസനരുടെ നാടാണ്. അവിടെ പിശാച് ബാധിച്ചൊരു മനുഷ്യനുണ്ട്. അവൻ തന്നെ ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ലീജനാണ്, ഞാനൊരു സൈന്യമാണ്. എന്നിട്ട് ഈശോനെ സുഖപ്പെടുത്തുമ്പോൾ 2000 പന്നികളാണ് കടലിൽ ചാടി സൂയിസൈഡ് ചെയ്യുന്നത്. ആ നാട്ടുകാർ അതിനേക്കാളും വലുതായിരുന്നു. അവർ എല്ലാവരും കൂടി വന്നിട്ട് ഈശോയോട് പറയുന്നത്, ഇനി ഇവിടെ നിൽക്കണ്ട, നീ വിട്ടു പൊക്കോന്ന് പറയാം. അപ്പോൾ ഈശോ സുഖപ്പെടുത്തിയ മനുഷ്യൻ പറയും, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. അപ്പോൾ ഈശോ പറഞ്ഞു, വേണ്ട, നീ വരണ്ട, നീ ഇവിടെ നിന്ന് ദൈവം ചെയ്ത കാരുണ്യത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്ക്. അവനത് പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈശോ ഒരാൾ ഒരുക്കിയിട്ടാണ് അവിടെ വിട്ടു പോകുന്നത്. അപ്പോൾ ഈശോയുടെ ഡിവൈൻ പ്ലാനായിരുന്നു അക്കരക്ക് പോയി ഒരു നാടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഈ പ്ലാനിനെ തടസ്സപ്പെടുന്നതാണ് ഇന്ന് വായിക്കുന്ന കൊടുങ്കാറ്റ്. ഭീകരമായ കൊടുങ്കാറ്റാണ്. കടലിനെ അറിയുന്ന ശിഷ്യന്മാർ പോലും ഭയന്ന് നിലവിളിക്കുക, ഞങ്ങൾ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. കാരണം അവർ പോലും ഇത്ര ഭീകരമായൊരു അന്തരീക്ഷം കണ്ടിട്ടില്ല. അത്ര വലിയ തടസ്സമാണ് അവിടെ വന്നുവിടുന്നത്. ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ശക്തമായ അടികളുണ്ടാവുന്നുണ്ടോ? കൊടുങ്കാറ്റുണ്ടാവുന്നുണ്ടോ? ജീവിതത്തിലേക്ക് വെള്ളം ഇങ്ങനെ ആർത്തലിച്ച് കയറി വരുന്നുണ്ടോ? ഒന്നുറപ്പിച്ചോ, നമ്മളിലൂടെ ദൈവം ഒരുപാട് പേരെ ശുദ്ധീകരിക്കാൻ പോകുന്നു.